ഇടത് സൈബർ പോരാളിയും CPM പ്രവർത്തകനുമായ അബു അരീക്കോടിന്റെ അസ്വാഭാവികമായ മരണത്തിൽ കോടഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദേശാഭിമാനി വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലോൺ തട്ടിപ്പാണ് മരണകാരണമെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. RBIയുടെ 2025 RBI ഗൈഡ് ലൈൻസ് ഓൺ ഡിജിറ്റൽ ലെൻഡിങ് എന്ന് പറയുന്ന ആ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് NBFC അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മണി ലെൻഡിങ്ങിന് RBI നിഷ്കർഷിച്ചിട്ടുള്ള ബാങ്കുകൾക്കോ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കോ അല്ലാതെ വേറെ ഒരാളുകൾക്കും ലോണ് ആപ്പുകൾ ഉണ്ടാക്കാനോ ലോണ് കൊടുക്കാനോ സാധിക്കുന്നതല്ല. മറ്റ് ആപ്പുകളെല്ലാം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം ആപ്പുകളിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ ഒരു മലയാളി യുവാവും ഇത്തരത്തിലൊരു ചതിയിൽ പെട്ടിട്ടുണ്ട്. അദ്ദേഹം എടുത്ത ലോണിന് കൂടുതൽ ഇൻട്രസ്റ്റ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആ ആപ്പ് പിന്നീട് ഗൂഗിൾ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കാണാത്ത നിലയിലേക്ക് പോയി. ഞങ്ങൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന നമ്പറുകളെല്ലാം പാകിസ്ഥാൻ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ആ ആപ്പിന്റെ അന്വേഷിച്ച് പോകാനുള്ള എല്ലാ വഴികളും തന്നെ നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സൈബർ മേഖലയിലുള്ള ന്യൂനതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പലതും ഇതിന് ശ്രമിക്കുന്നത്. ഈ മേഖലയിൽ വലിയ ചതിക്കുഴികളാണ് നടക്കുന്നത്. ഇവരുടെ ചെയ്യുന്നത് നിങ്ങളുടെ ആപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നിങ്ങളുടെ കുടുംബക്കാർ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ AI നെയ്ക്കഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പണം തിരിച്ചടപ്പിക്കുന്നത്. ഇതും പലരെയും മാനസിക സംഘർഷങ്ങളിലേക്കും അതുപോലെ തന്നെ അത് പിന്നീട് മരണത്തിലേക്കും നയിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ചെയ്തത് ഉടനെ സൈബർ സെല്ലിൽ പരാതി നൽകുകയും അതുപോലെ തന്നെ പോലീസിൽ ബന്ധപ്പെട്ട് തുടർ നടപടികൾ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതുപോലെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങളോ തുടക്കം എന്ന രീതിയിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അൺഓതറൈസ്ഡ് ആയ ആപ്പുകളിൽ നിന്നും ലോണുകൾ എടുക്കാതിരിക്കുക എന്നാണ്. ഇനി ലോണുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ലോണുകൾ എടുത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്ന സമയത്ത് സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് ഒരു നല്ല ധൈര്യപൂർവ്വം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടണം. അതുപോലെ തന്നെ ഇത് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന നിലയിലേക്ക് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. നയാ ക്രെഡ് എന്ന് പറയുന്ന ആപ്പാണ് ബാംഗ്ലൂരിലുള്ള ആ മലയാളിയെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴിപ്പിച്ചത്. അതുപോലുള്ള ധാരാളം ആപ്പുകൾ ഈ നമ്മുടെ നെറ്റുകൾ കാണും. നിങ്ങൾ അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.